ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ എന്നുള്ള യൂണിറ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദി അപ്ഡേറ്റഡ് സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്, ഈ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ്, when an alpha particle of mass m moving with velocity v bombards on a heavy nucleus of charge Ze, its distance of closest approach from the nucleus depends on m as. അതിൽ നമ്മൾ ഒരു കൈനറ്റിക് എനർജിയിൽ ആൽഫ പാർട്ടിക്കിളിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് അതിൻ്റെ കൈനറ്റിക് എനർജി മുഴുവൻ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2/r എന്ന. Q1 പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസിൻ്റെ ചാർജ് Ze ആണ്, ആൽഫ പാർട്ടിക്കിളിൻ്റെ 2e ആണ്, ഡിവൈഡഡ് ബൈ r0 ആണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അപ്പോൾ r0യുടെ എക്സ്പ്രഷൻ ഇങ്ങനെ വരും, മാസ് വരുന്നത് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് പ്രൊപ്പോർഷണൽ ടു 1/m എന്ന് പറയാം നമുക്ക്. ഇനി നെക്സ്റ്റ് ഇവിടെ എന്താ, in a Rutherford scattering experiment, when a particle of charge Z1 and mass m1 approaches a target nucleus of charge Z2 and mass m2, the distance of closest approach is r0. The energy of the projectile is, അതായത് initial kinetic energy half m1 v square that is equal to final potential energy at the distance of closest approach. അപ്പോൾ അവിടുന്ന് നമുക്ക് ആ എനർജി, കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു Z1 Z2 എന്നാണ് വരിക. അതായത് ഫസ്റ്റ് ഓപ്ഷൻ വരും. ഓക്കെ. Next, in a Rutherford scattering experiment, what will be the correct angle for alpha scattering for an impact parameter b equal to 0? ഓക്കെ, അപ്പോൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്താണെന്ന് നമ്മൾ ക്വിക്ക് ബൈറ്റ്സിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇമ്പാക്ട് പാരാമീറ്ററിൻ്റെ എക്സ്പ്രഷൻ ഇതാണ് ബി. അതിൽ ബി 0 ആകുമ്പോൾ cot θ/2 0 ആവണം, അപ്പോൾ θ/2 90 ആവണം, അപ്പോൾ θ 180 ഡിഗ്രി ആവണം. അപ്പോൾ ഇതാണ് വരിക, റൈറ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് അയഡിൻ ആറ്റം? അതിൽ നമുക്ക് എന്താ പറയുക, ഈ അയോഡിൻ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ, ഇത് എന്താ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്ര ഷെല്ലുണ്ട് നോക്കൂ, 1 2 3 4 5 5 ഷെല്ലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5 ആവും. അതിൽ ഇതാണ് റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ്, a0 n²/z. ഓക്കെ, അതിൽ അയഡിൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറ്റമിക് നമ്പർ 53 ആണ്. അപ്പോൾ Z 53 ആണ്, n എന്ന് പറഞ്ഞാൽ 5 ആണ്, അപ്പോൾ 5²/53. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 0.53/53 എന്താ വരിക, 0.01 × 25 പറഞ്ഞാൽ 0.25 വരും. അപ്പോൾ 0.25 ആങ്സ്ട്രംസ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, കാരണം ഇത് ഈ a0 0.53 ആങ്സ്ട്രംസ് ആണ്. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ഇൻ ആങ്സ്ട്രംസ്, റൈറ്റ്. അപ്പോൾ 0.25 ആങ്സ്ട്രംസ് ഓർ 2.5 × 10⁻⁻11 വരും. 2.5 × 10⁻⁻11 മീറ്റർ. നെക്സ്റ്റ്, ദ റേഡിയസ് ഓഫ് ഇന്നർമോസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 5.3 × 10⁻11 മീറ്റർ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് തേർഡ് അലൗഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം? അതിൽ നിങ്ങളിവിടെ എന്താണെന്നറിയോ, ഈ റേഡിയസിൻ്റെ അതുപോലത്തെ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ്, ഇതൊക്കെ സി ഹൗ ദീസ് ക്വാണ്ടിറ്റീസ് ഡിപ്പെൻഡ് ഓൺ n, ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതാണ് ആ എക്സ്പ്രഷനിൽ n എവിടെയാണ് വരുന്നത്, n-ൻ്റെ പവർ എത്രയാണ്, അതാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ ഇവിടെ Rn, റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് പറഞ്ഞാൽ a0 n². ഓക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആണ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് തേർഡ് അലൗഡ് ഓർബിറ്റ് എന്നാ, അപ്പോൾ n = 3 ആണ്. അപ്പോൾ ഇത് നമുക്ക് 0.53 × 9 വരും. ഓക്കെ, അപ്പോൾ എത്രയാ, 4.77 ആങ്സ്ട്രംസ് വരും, റൈറ്റ്. In hydrogen spectrum, the shortest wavelength in the Balmer series is lambda. The shortest wavelength in the bracket series. അതിൽ വേവ് മിനിമം ആകുമ്പോൾ എനർജി മാക്സിമം ആവുന്ന. ഓക്കെ, അപ്പോൾ ആ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ബാമർ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലെവലിലോട്ടാണ് ഇലക്ട്രോൺ വരേണ്ടത് ഫ്രം ഇൻഫിനിറ്റി, അപ്പോഴാണ് മാക്സിമം എനർജി ഉണ്ടാവുക. പിന്നെ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 4th ലെവലിലേക്കാണ് വരേണ്ടത് ഫ്രം ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോഴെന്താ, അതാണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്, അതാണ് മാക്സിമം എനർജി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 1/λ = r റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ് × 1/2² - 1/∞. ഓക്കെ, ഇൻഫിനിറ്റി നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് വരുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ലൈനാണിത്. 1/λ' = r × 1/4² - 1/∞. അപ്പോൾ ഇവിടുന്ന് λ' = 4λ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, ലെറ്റ് ക്യാപിറ്റൽ R1 be the radius of second stationary and R2 be the radius of fourth stationary.
അതിൽ ഓർബിറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ബോസ് മോഡൽ ദ റേഷ്യോ R1/R2. അതിൽ റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു A0 n സ്ക്വയർ. A0 ഈസ് കോൾഡ് ബോസ് റേഡിയസ്, അത് കോൺസ്റ്റൻ്റാണ് 0.53 ആങ്സ്ട്രംസ്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് പറയാം R1/R2 പറഞ്ഞാൽ n1/n2 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം 2 സ്ക്വയർ ബൈ 4 സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ 1/4 വരും, ഓർ വി ക്യാൻ സേ 1:4, റൈറ്റ്. നെക്സ്റ്റ്, ലെറ്റ് T1 and T2 be the energy of an electron in the first and second excited states of hydrogen atom. First excited state പറഞ്ഞാൽ n equal to 2, second excited state പറഞ്ഞാൽ n equal to 3. According to Bohr's model of an atom, the ratio T1/T2 is. അതിൽ T1/T2 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം n2/n1 സ്ക്വയർ ഹോൾ സ്ക്വയർ വരും അല്ലേ, അല്ലെങ്കിൽ നമുക്ക് n2 സ്ക്വയർ ബൈ n1 സ്ക്വയർ പറയാം, ബിക്കോസ് എനർജി പ്രപ്പോർഷണൽ ടു 1/n സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് C3 സ്ക്വയർ ബൈ 2 സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ 9:4 വരും, 9:4. നെക്സ്റ്റ്, ഫോർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബോർ മോഡൽ ഈസ് നോട്ട് വാലിഡ്. അത് ഒരു ഇലക്ട്രോൺ മാത്രം ഉള്ള ആറ്റംസിനാണ് നമുക്ക് ഈ ബോർ മോഡൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിൽ സിംഗ്ലി അയണൈസ്ഡ് ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഡി, ഡ്യൂട്രോൺ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും റെഡി, സിംഗ്ലി അയണൈസ്ഡ് നിയോൺ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല കേട്ടോ, അതിന് ഒരു ഇലക്ട്രോൺ അല്ല ഉണ്ടാവുക. Next, the total energy of an electron in an atom in an orbit is minus 3.4 electron volt. Its kinetic and potential energy are respectively. അതിൽ ടോട്ടൽ എനർജി പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജിയാണ്. ടോട്ടൽ എനർജി നെഗറ്റീവ് ആവും, കൈനറ്റിക് എനർജി പോസിറ്റീവ് ആവും. ഇനി ടോട്ടൽ എനർജി പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുടെ പകുതിയാണ്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ ട്വൈസ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി മൈനസ് 3.4 ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി അതിൻ്റെ നെഗറ്റീവ്, അതായത് 3.4. പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ അതിൻ്റെ ഡബിള്, അതായത് മൈനസ് 6.8. അപ്പോൾ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ അതായത് ഇത് വരും. നെക്സ്റ്റ്, ദ റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് പെർമിറ്റഡ് ബോർ ഓർബിറ്റ് ഫോർ ദ ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ഈസ് ഈക്വൽ ടു 0.51 ആങ്സ്ട്രംസ് ആൻഡ് ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഈക്വൽസ് മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇഫ് ദി ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ് ബൈ മ്യൂൺ, charge same as electron and mass is 207 times the mass of electron, the first Bohr radius and ground state energy will be. അതിൽ എനർജി ഓഫ് ദി nth ഓർബിറ്റ് അതിൻ്റെ എക്സ്പ്രഷനിൽ മാസ് വരുന്നത് ന്യൂമറേറ്ററിലാണ്. അപ്പോൾ എനർജി വിൽ ബിക്കം എന്താ പറയുക, ആ m ടൈംസ് എന്ന് പറഞ്ഞാൽ 207 ടൈംസ് ആവും. റേഡിയസിൻ്റെ എക്സ്പ്രഷനിൽ മാസ് വരുന്നത് ഡിനോമിനേറ്ററിലാണ്. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് 0.51 ഡിവൈഡഡ് ബൈ 207 വരും. അപ്പോൾ 2.56 ഇൻറ്റു 10⁻13 ആണ്. പിന്നെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാ, മൈനസ് 2.8 കിലോ ഇലക്ട്രോൺ വോൾട്ടാണ് വരിക. 207 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വരുന്ന കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, റൈറ്റ്. നെക്സ്റ്റ്, ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ടു ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ്. കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണ്, ടോട്ടൽ എനർജി അത്രയും വാല്യൂ തന്നെ നെഗറ്റീവ് ആണ്. അപ്പോൾ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ വിൽ ബി ഇൻ ദ റേഷ്യോ 1:-1. ഓക്കെ, ദ റേഷ്യോ ഓഫ് വേവ് ലെങ്ത് ഓഫ് ദി ലാസ്റ്റ് ലൈൻ ഓഫ് ബാമർ സീരീസ് ആൻഡ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ്. ലൈമാൻ സീരീസ് പറഞ്ഞാൽ n=1 ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ആണ്. ഓക്കെ, പിന്നെ ബാമർ പറഞ്ഞു കഴിഞ്ഞാൽ n=2 വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്ന ബാമറും പിന്നെ ലൈമാനുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ λ1/λ2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദാറ്റ് വിൽ ബി C4. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ നമുക്ക് 4 വരും. ഗിവൺ ദ വാല്യൂ ഓഫ് റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ് ആസ് 10⁻⁷ m⁻⁻1, ദ വേവ് നമ്പർ പറഞ്ഞാൽ നമ്പർ ഓഫ് വേവ്സ് പെർ യൂണിറ്റ് ലെങ്താ, അതായത് 1/λ വേവ് നമ്പർ. ഓക്കെ, അപ്പോൾ ഈ 1/λ ദിസ് ഈസ് ഈക്വൽ ടു എന്താ 1/2² മൈനസ് 1/∞. 1/λ and new bar wave number of waves per unit length, that is equal to 1/4 into 10⁻⁷. അത് 0.25 into 10⁻⁷ എന്നാണ്. 0.25 into 10⁻⁷. Consider third orbit of He plus using non-relativistic approach. The speed of electron in this orbit will be. അതിൽ നമുക്ക് വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ c/n ആണ് ഫോർ ഹൈഡ്രജൻ. ഫോർ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം അറ്റമിക് നമ്പർ Z വരും. അതിൽ ആൽഫയെ നമ്മൾ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് എന്നാ പറയുക, അത് 1/137 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ Z അറ്റമിക് നമ്പർ എന്താ, ഇവിടെ ഹീലിയം ആണ്. ഓക്കെ, അപ്പോൾ 2 ആണ്.
അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ഈ 3യും കട്ടാവും. അപ്പോൾ 2 × 10⁸ ഡിവൈഡ് ബൈ 137. അപ്പോൾ 200/137 × 10⁶ എന്ന് വരും. അത് 1.46 × 10⁶ m/s വരും. പിന്നെ 2 particles of masses m1 and m2 move with initial velocities u1 and u2. Okay, on collision, one of the particles get excited to a higher level after absorbing energy epsilon. അപ്പോൾ ആ ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ അതിൽ നിന്ന് എപ്സിലോൺ പോയി. ഓക്കെ, അത് അബ്സോർബ് ചെയ്തു. ബാക്കിയുള്ളത് മാത്രമേ കൈനറ്റിക് എനർജി ആയിട്ട് അപ്പിയർ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ മൈനസ് എപ്സിലോൺ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ പറയാം. ഓക്കെ, ആ ഇനീഷ്യലി ഉള്ള കൈനറ്റിക് എനർജിയിൽ നിന്ന് എപ്സിലോൺ എക്സൈറ്റേഷൻ എനർജി ആയിട്ട് പോയി ബാക്കിയുള്ളത് മാത്രമേ കൈനറ്റിക് എനർജി ആയിട്ട് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ എന്താ, ഇൻ ദ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ദ റേഷ്യോ ഓഫ് ദി ലോങ്സ്റ്റ് വേവ് ലെങ്ത് പറഞ്ഞാൽ മിനിമം എനർജിയാണ്. ഓക്കെ, ഇൻ ദ ലൈമാൻ സീരീസ്, ലൈമാൻ സീരീസിലെ ലോങ്സ്റ്റ് വേവ് ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, n = 2 നിന്ന് n = 1 വരിക. ഇതാ 1/λ1 = r × Rydberg's constant 1/1² - 1/2². ഓക്കെ, ടു ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഇൻ ദ ബാമർ സീരീസ്. ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഇൻ ബാമർ സീരീസ് പറഞ്ഞാൽ ബാമർ സീരീസിലെ ഏറ്റവും എനർജി കുറവുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n = 3 നിന്ന് n = 2 വരിക. ഓക്കെ, അപ്പോൾ 1/2² - 1/3². ഇത് 3r/4 വരും, ഇത് 5r/36 വരും. അപ്പോൾ λ1/λ2 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5/27 വരും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാം. ഹൈഡ്രജൻ ആറ്റം ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് എക്സൈറ്റഡ് ബൈ എ മോണോക്രോമാറ്റിക് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 975 ആങ്സ്ട്രംസ്. നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ റിസൾട്ടിംഗ് സ്പെക്ട്രം എമിറ്റഡ് വിൽ ബി. അതിൽ ഇവിടെ നമുക്ക് 1/λ 10⁻⁷ Rydberg's constant 1/1² - 1/n². അതിൽ ആ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ λ 975 ആങ്സ്ട്രംസ് ആണ് × 10⁻⁻10. അപ്പോൾ അവിടുന്ന് നമുക്ക് വരുന്ന എന്താ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക n² = 16 വരും, n = 4 വരും. അപ്പോൾ ഈ 4th ലെവലിൽ നിന്ന് വരികയാണെങ്കിൽ ഹൗ മെനി സ്പെക്ട്രൽ ലൈൻസ് വിൽ ബി പോസിബിൾ? അത് nth ലെവലിൽ നിന്നുള്ള പോസിബിൾ നമ്പർ ഓഫ് ലൈൻസ് പറഞ്ഞാൽ n × n-1/2 ആ. ഇവിടെ n = 4 ആ. അപ്പോൾ 4 × n-1 പറഞ്ഞാൽ 4 - 1 എത്രയാ, 3. അപ്പോൾ 12/2 പറഞ്ഞു കഴിഞ്ഞാൽ 6 ലൈൻസ് വിൽ ബി പോസിബിൾ. ഓക്കെ, ഇതാ നെക്സ്റ്റ്. an electron in hydrogen atom makes a transition n1 to n2 where n1 and n2 are principal quantum numbers of the two states. Assuming Bohr's model to be valid, the time period of the electron in the initial state is 8 times that in the final state. The possible values of n1 and n2 are. അതിൽ ടൈം പീരീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n³ ആണ്. അതിൽ T1/T2 = n1/n2 ഹോൾ ക്യൂബ് എന്നാണ്. അതായത് n1 = 2n2 വരണം, n1 = 2n2. ഓക്കെ, n1 = 2n2 വരുന്നത് ഇവിടെ നോക്കൂ, n1 = 2n2 ആണ്. n2 2 ആണ്, അതിൻ്റെ ഡബിളാണ് n1. നോക്കൂ, വേറെ ഒരു ഓപ്ഷനിലും അങ്ങനെ വരുന്നില്ല. റൈറ്റ്. നെക്സ്റ്റ്, hydrogen atom in ground state is excited by a monochromatic radiation of wavelength 975 angstroms. Number of spectral lines in the resulting spectrum emitted will be. അതിൽ 1/λ = ഇത് Rydberg's constant. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ nth സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു എന്നാ. ഓക്കെ, അപ്പോൾ എമിറ്റ് ചെയ്യുന്നതാണ് 975. അപ്പോൾ ആ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്താ Rydberg's കോൺസ്റ്റന്റിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1.1 × 10⁻⁷ അത് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക n = 4. അപ്പോൾ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് വിൽ ബി 4 × 4 - 1 3. അപ്പോൾ 4 × 3 എത്രയാണ്, 12/2 പറഞ്ഞാൽ 6 ലൈൻസ് വിൽ ബി എമിറ്റഡ്. ഇതാ നെക്സ്റ്റ്. an electron of a stationary hydrogen atom passes from the 5th energy level to ground level. Okay, the velocity that the atom acquired as a result of photon emission will be. അതിൽ നമ്മൾ ആ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺ ഉണ്ടല്ലോ, എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിന് 1/λ that is equal to r × 1/1² - 1/5². മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ h/λ. അപ്പോൾ നമുക്കെന്ത് പറയാം, hr × 24 / 25. This is the momentum of the emitted photon. ഓക്കെ, അപ്പോൾ an equal momentum will be ആ ആറ്റത്തിന് ഒരു ഈക്വൽ മൊമെൻ്റ് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഉണ്ടാവും.
അപ്പോൾ ആ ആറ്റത്തിൻ്റെ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതേ മൊമെൻ്റാണ് ആറ്റത്തിന് ഉണ്ടാവുക, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെന്നേ ഉള്ളൂ. അപ്പോൾ ആറ്റത്തിൻ്റെ റീകോയിൽ വെലോസിറ്റി പറഞ്ഞാൽ ഡിവൈഡ് ബൈ മാസാ. ഓക്കെ, അപ്പോൾ 24 HR/25 m വരും. 24 HR ഡിവൈഡ് ബൈ 25 m. ഇതാ. നെക്സ്റ്റ്, ദ ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ് n equal to 3 to n equal to 1 in hydrogen-like atom results in ultraviolet radiation. Infrared radiation will be obtained in the transition from Lyman series ultravioletലാണ്, ബാമർ സീരീസ് വിസിബിൾ റീജിയനിലാണ്, പിന്നെ വരുന്ന പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ് അതൊക്കെ ഇൻഫ്രാറെഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഫ്രാറെഡ് വേണമെങ്കിൽ n equal to 1 വരുന്ന സ്റ്റേറ്റ് n equal to 1 പറ്റില്ല, n equal to 2 പറ്റില്ല, 3 and above പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈമാൻ ആണ്, 3 to 2 പറഞ്ഞാൽ അത് ബാമറാണ്, 4 to 2 പറഞ്ഞാൽ ബാമറാണ്, 4 to 3 പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഫ്രാറെഡ് ആണ്. ഇവിടെ നോക്കൂ, n equal to 1 ലൈമാൻ അൾട്രാവയലറ്റ്, n equal to 2 ബാമർ വിസിബിൾ റീജിയൻ, n equal to 3 പാഷൻ സീരീസ്, ദാറ്റ് ഈസ് ഇൻ ദ ഇൻഫ്രാറെഡ് റീജിയൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതിനകത്ത് ദ വേവ് ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ് ഫോർ ഹൈഡ്രജൻ ആറ്റം ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ സെക്കൻഡ് ലൈൻ ഓഫ് ബാമർ സീരീസ് ഫോർ എ ഹൈഡ്രജൻ ലൈക്ക് അയോൺ. ദി അറ്റമിക് നമ്പർ Z ഓഫ് ഹൈഡ്രജൻ ലൈക്ക് അയോൺ ഈസ്. അതിൽ the wavelength of first line of Lyman series are Rydberg's constant into 1/1 square minus 1/2 square. Okay, this is Rydberg's constant. പിന്നെ ഇതെന്താ, this is the atomic number Z square, പിന്നെ എന്താ 1/2 square minus 1/4 square. പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, പിന്നെ ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി സെക്കൻഡ് ലൈൻ ഓഫ് ബാമർ. ബാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n equal to 2ലേക്കാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ 3 to 2ലേക്ക്, സെക്കൻഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ 4 to 2ലേക്ക്. അതുകൊണ്ടാണ് 1/2 square minus 1/4 square. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുക Z equal to 2 വരും. ഓക്കെ എന്ന് പറഞ്ഞാൽ ഹീലിയമാണ് എന്നർത്ഥം. നെക്സ്റ്റ്, an electron in the hydrogen atom jumps from excited state n to the ground state. The wavelength so emitted illuminates a photosensitive material having work function 2.75 electron volt. If the stopping potential of the photoelectron is 10 volt, then the value of n is. അപ്പോൾ എത്രയാണെന്നറിയോ, 10 വോൾട്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ കൈനറ്റിക് എനർജി 10 ഇലക്ട്രോൺ വോൾട്ട്, പിന്നെ വർക്ക് ഫംഗ്ഷൻ 2.75. അപ്പോൾ വന്ന് വീണ ഫോട്ടോണിൻ്റെ എനർജി 12.75 ആണ്. അപ്പോൾ എമിറ്റ് ചെയ്ത എനർജി എത്രയാണ്, 12.75 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ അത് ഏത് ലെവലിൽ നിന്ന് വരുമ്പോഴാണെന്നുള്ളത് നമുക്ക് നോക്കാം. 12.75 equal to 13.6 into 1/1 square minus 1/n square. അവിടെ n equal to നമുക്ക് 4 കിട്ടും. ഓക്കെ, n equal to 4. Next, out of the following which is not a possible energy for a photon to be emitted by hydrogen atom according to Bohr's atomic model. അതിൽ 1.9 പോസിബിൾ ആണ്. അതായത് തേർഡ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ ട്രാൻസിഷൻ നടത്തുകയാണെങ്കിൽ ഇറ്റ് വിൽ എമിറ്റ് എ ഫോട്ടോൺ ഓഫ് എനർജി 1.9. പക്ഷേ 11.1 എന്താ പറയുക പോസിബിൾ അല്ല. 13.6 പോസിബിൾ ആണ്. ഫ്രം ഇൻഫിനിറ്റി ടു ഗ്രൗണ്ട് ലെവൽ വരികയാണെങ്കിൽ എന്താ 13.6 ആണ്. പിന്നെ 0.65 ഈ 0.66 ഉണ്ടല്ലോ, അതാണ് അവർ 0.65 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പോസിബിൾ അല്ലാത്തത് ഇത് മാത്രമാണ് കേട്ടോ, സെക്കൻഡ് ഓപ്ഷൻ. നെക്സ്റ്റ്, ദി എനർജി ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് minus 13.6 ഇലക്ട്രോൺ വോൾട്ട്. എനർജി ഓഫ് എ ഹീലിയം പ്ലസ് അയോൺ ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് വിൽ ബി പറഞ്ഞാൽ n equal to 2 ആണ്. ഓക്കെ, അതിൽ എനർജി ഇൻ ദ nth ഓർബിറ്റ് minus 13.6 Z²/n² എന്നാണ്. Z എന്ന് പറഞ്ഞാൽ അറ്റമിക് നമ്പർ ഹീലിയത്തിന് 2 ആണ്. ഇവിടെ എന്താ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് പറഞ്ഞാൽ n equal to 2 ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക 2²/2², അപ്പോൾ minus 13.6 തന്നെ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ദി അയോണൈസേഷൻ എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. ദി ആറ്റംസ് ആർ എക്സൈറ്റഡ് ടു ഹയർ എനർജി ലെവൽസ് ടു എമിറ്റ് റേഡിയേഷൻസ് ഓഫ് 6 wavelengths. Maximum wavelength of emitted radiation corresponds to the transition between. അതിൽ ഈ 6 റേഡിയേഷൻസ് 6 വേവ്ലെങ്ത്സ് പോസിബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് എക്സൈറ്റഡ് ടു n equal to 4 എന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ നമ്മൾ മാക്സിമം വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എനർജിയാണ്. അപ്പോൾ n equal to 4ൽ നിന്ന് n equal to 3 വരണം. ഓക്കെ, n equal to 4 to n equal to 3 അതാണ് എനർജി മിനിമം ആയിട്ടുള്ള കേസ് വരിക. The ground state energy of a hydrogen atom is 13.6 electron volt. Of course, it is negative. When its electron is in the first excited state, its excitation energy. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് നിന്ന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കാണ്.
അപ്പോൾ നമുക്ക് 13.6 into 1 minus 1 by 2 square അത് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് 10.2 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് വരിക 10.2 ഇലക്ട്രോൺ വോൾട്ട്. Next, the total energy of electron in the ground state of hydrogen atom is minus 13.6 electron volt. Kinetic energy of an electron in the first excited state. ഈ kinetic energy പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി എത്രയാണോ അത് നെഗറ്റീവ് ആവും അതിൻ്റെ പോസിറ്റീവ് വാല്യൂ. ഓക്കെ, അതായത് നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജിയാണ് ആക്ച്വലി. അതിൽ ടോട്ടൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 13.6 by 2 square. കൈനറ്റിക് എനർജി പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജി. അപ്പോൾ എന്താ ഇത് ഈ മൈനസിന് പകരം പ്ലസ് ആവും. അപ്പോൾ എത്ര വരിക 3.4 ഇലക്ട്രോൺ വോൾട്ട് വരും. 3.4 electron volt. Next, the ionization potential of hydrogen atom is 13.6 electron volt. Hydrogen atom in ground state are excited by monochromatic radiations of photon of energy 12.1 electron volt. According to Bohr's theory, the spectral lines emitted by the hydrogen will be. ഓക്കെ, അതിൽ 12.1 ഇലക്ട്രോൺ വോൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എന്താ n=3 എക്സൈറ്റ് ചെയ്തു എന്നാ. അപ്പം നമ്പർ ഓഫ് പോസിബിൾ സ്പെക്ട്രൽ ലൈൻസ് പറഞ്ഞാൽ n × n-1/2 എന്നാ. ഓക്കെ, അപ്പം എന്താ 3 × 3-1 ഡിവൈഡഡ് ബൈ 2. അപ്പം എന്താ 3 ലൈൻസ്. ഓക്കെ, അപ്പം ആൻസർ 3 വരും. Right. Next, the total energy of an electron in the first excited state of hydrogen atom is about minus 3.4 electron volt. Its kinetic energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജിയാ. ടോട്ടൽ എനർജി മൈനസ് 3.4 ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്താ പ്ലസ് 3.4 ഇലക്ട്രോൺ വോൾട്ട് വരും. അതായത് ഇതാണ് ആൻസർ വരിക. Next, Bohr model of atoms predicts the same emission spectra for all types of atoms, assumes that the angular momentum of the electron is quantized. Adu correct aanu. Right. Next, energy capital E of hydrogen atom with the principal quantum number n is given by E equal to minus 13.6 by n square electron volt. The energy of photon ejected when the electron jumps from n equal to 3 to n equal to 2 state of hydrogen atom is approximately അത് എത്ര വരും 13.6 into 1/2 square minus 1/3 square, that is 1.9 electron volt വരും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ in which of the following systems will the radius of the first orbit n equal to 1 be minimum? അതിൽ radius of the nth orbit for a hydrogen like atom എന്താ a0 n²/z ആണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ n equal to 1 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്ത് ഈ റേഡിയസ് മിനിമം ആവണമെങ്കിൽ z മാക്സിമം ആവണം. അതിൽ ഇവിടെ അറ്റമിക് നമ്പർ ഫസ്റ്റ് ഓർബിറ്റ് n ബി മിനിമം. അപ്പോൾ എന്താ z മസ്റ്റ് ബി മാക്സിമം. ഹൈഡ്രജൻ ആറ്റം ഡബിളി അയോണൈസ്ഡ് ലിത്തിയം, ദെൻ സിംഗ്ലി അയോണൈസ്ഡ് ഹീലിയം. അപ്പോൾ ഇതിൽ ഉള്ളതിൽ ഈ അറ്റമിക് നമ്പർ കൂടുതലുള്ളത് ഇതാണ്. റൈറ്റ്, ലിത്തിയം 3 ആണ്, ഹീലിയം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഉള്ളൂ. റൈറ്റ്. An electron changes its position from orbit n equal to 4 to orbit n equal to 2 of an atom. The wavelength of the emitted radiation is. അതിൽ 1/λ equal to r into 1/2 square minus 1/4 square. So this is 3r/16 വരും. അപ്പോൾ നമുക്ക് λ equal to 16/3r വരും. 16/3r പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. The energy of hydrogen atom in the nth orbit is E with the suffix n. Then the energy in nth orbit of single ionized helium atom will be. അതിൽ energy in the nth orbit of hydrogen like atom അത് എത്രയാണ് minus 13.6 z²/n². അതിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇത്രയുമാണ്. അപ്പോൾ ആ minus 13.6/n² ഇ എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്നത് എന്താ z²en പറയാം. അതിൽ z എന്താ ഇവിടെ സിംഗിൾ അയണൈസ്ഡ് ഹീലിയം z equal to 2 ആണ്. ഓക്കെ, അപ്പോൾ 2² en വരും ഓർ 4en വരും. 4en ഇതാ. നെക്സ്റ്റ്, when an electron jumps from 4th orbit to the 2nd orbit, one gets the electron jumps from 4th orbit to the 2nd orbit പറഞ്ഞാൽ ബാമർ സീരീസാ. ഓക്കെ, തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഫസ്റ്റ് മെമ്പർ, ഫോർത്ത് നിന്ന് സെക്കൻഡിലേക്ക് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മെമ്പർ ഓഫ് ബാമർ സീരീസ്. ഓക്കെ, സെക്കൻഡ് ലൈൻ ഓഫ് ബാമർ സീരീസ് ഇതാണ് സെക്കൻഡ് ലൈൻ ഓഫ് ബാമർ സീരീസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രാൻസിഷൻസ് ഇൻ എ ഹൈഡ്രജൻ ആറ്റം എമിറ്റ്സ് ഫോട്ടോൺ ഓഫ് ഹയസ്റ്റ് ഫ്രീക്വൻസി? അതിൽ ഫോട്ടോൺ ഓഫ് ഹയസ്റ്റ് ഫ്രീക്വൻസി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയാം, നോക്കൂ ഇവിടെ n equal to 2 to 1 പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോൺ എമിറ്റ് ചെയ്യും. n equal to 2 to 6 പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോൺ എമിറ്റ് ചെയ്യില്ല, അബ്സോർബ് ചെയ്യാൻ വേണ്ടേ.
അതുപോലെ n ഈക്വൽ ടു 6 to 2 പറഞ്ഞു കഴിഞ്ഞാൽ അതും എമിറ്റ് ചെയ്യും. n ഈക്വൽ ടു 1 to 2 പറഞ്ഞാൽ എന്താ അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് കേസേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, n ഈക്വൽ ടു 2 to 1 ആൻഡ് n ഈക്വൽ ടു 6 to 2. അതിൽ ഡിഫറൻസ് കൂടുതലുള്ളത് ഇതാണ്. അപ്പോൾ അവിടെയാണ് എമിറ്റ്സ് എ ഫോട്ടോൺ ഓഫ് ഹയസ്റ്റ് ഫ്രീക്വൻസി, റൈറ്റ്? Next, in the Bohr model of hydrogen atom, the centripetal force is furnished by the Coulomb attraction between the proton and the electron. If A0 is the radius of the ground state orbit, m is the mass, E is the charge on this electron, and epsilon 0 is the vacuum permittivity, the speed of the electron is. അതിൽ mv0 divided by A0, where A0 is the radius of the first orbit. Okay, that is the centripetal force. It is provided by the electric attraction between electron and nucleus. Okay, അപ്പോൾ E square by 4 pi epsilon 0 A square, അവിടുന്ന് V പറഞ്ഞാൽ E by 4 pi epsilon 0 A0 m വരും. ഓക്കെ, അതായത് ഇത് വരും, റൈറ്റ്? നെക്സ്റ്റ്, when hydrogen atom is in the first excited state level പറഞ്ഞാൽ n equal to 2 ആണ്. അപ്പോൾ എന്താ its radius is 4 times the ground state radius. 4 times the ground state radius. The spectrum obtained from sodium vapor lamp is an example of that is an emission spectrum. Okay. Next, when hydrogen atom is raised from the ground state to excited state, അതിൽ റേഡിയസ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണ്, അത് കുറയും. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണ്, അത് കൂടും. കൈനറ്റിക് എനർജി ഡിക്രീസസ്, പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ്. അപ്പോൾ അതേ ഇത് വരും, പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ്, കൈനറ്റിക് എനർജി ഡിക്രീസസ്. Next, the radius of hydrogen atom in ground state is 5.3 into 10 raised minus 11. After collision with an electron, it is found to have a radius 21.2 into 10 raised minus 11. Means it is excited to the second state. Second state ലോട്ട് എക്സൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പോഴെന്താ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ, n ഈക്വൽ ടു 2 ആണ്. n ഈക്വൽ ടു 2, റൈറ്റ്? കാരണം ഈ റേഡിയസിൻ്റെ 4 ടൈംസ് ആണ് ഇത്. അതിൽ റേഡിയസ് പറഞ്ഞു കഴിഞ്ഞാൽ A0 n സ്ക്വയർ ആണ്. 4 ടൈംസ് ആവണമെങ്കിൽ n ഈക്വൽ ടു 2 ആവണം, റൈറ്റ്? നെക്സ്റ്റ്, വിച്ച് സോഴ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ലൈൻ എമിഷൻ സ്പെക്ട്രം? അതിൽ നിയോൺ സ്ട്രീറ്റ് ലൈറ്റ് ആണ്, റൈറ്റ്? Next, in terms of Bohr radius A0, radius of the second Bohr orbit of hydrogen atom is given by C, R equal to A0 n square, n equal to 2 ആണ്. അപ്പോൾ 4A0 വരും, 4A0, right? Next, the ionization energy of hydrogen atom is 13.6 electron volt. Following Bohr's theory, the energy corresponding to a transition between third and fourth orbits. ഓക്കെ, തേർഡ് ആൻഡ് ഫോർത്ത് ഓർബിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 0.66 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും, റൈറ്റ്? നെക്സ്റ്റ്, ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം is 13.6 ഇലക്ട്രോൺ വോൾട്ട്. The energy needed to ionize hydrogen atom from its second excited state എന്ന് പറഞ്ഞാൽ n equal to 3 ആണ്. n equal to 3ലെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 13.6 by 9, അത് എത്ര? 1.51 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ അത് -1.5 ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് അയണൈസ് ചെയ്യണമെങ്കിൽ എന്താ, നമ്മളത് 0 ആക്കണം പറഞ്ഞു കഴിഞ്ഞാൽ 1.51 ഇലക്ട്രോൺ വോൾട്ടാണ് കൊടുക്കേണ്ടി വരിക, റൈറ്റ്? ടു എക്സ്പ്ലെയിൻ ഹിസ് തിയറി, ബോർ യൂസ്ഡ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, റൈറ്റ്? കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. Next, the ground state energy of hydrogen atom 13.6 electron volt. Energy needed to ionize hydrogen atom from its second excited state. അതിൽ എനർജി ഇൻ ദ nth സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ -13.6 by n സ്ക്വയർ ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് ഓർബിറ്റാണ്. അപ്പോൾ n equal to 3 കൊടുക്കണം. n equal to 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടുക -1.51 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. ഓക്കെ, ആ ഇലക്ട്രോണിനെ നമുക്ക് ഇൻഫിനിറ്റിയിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എനർജി അറ്റ് ഇൻഫിനിറ്റി മൈനസ് എനർജി ഇൻ ദ തേർഡ് ഓർബിറ്റ്. അപ്പോൾ 0 മൈനസ് 1.51 പറഞ്ഞു കഴിഞ്ഞാൽ 1.51 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഓക്കെ, 1.51 electron volts. Next, a nucleus of mass number 189 splits into two nuclei having mass number 125 and 64. Ratio of radius of two daughter nuclei respectively. അതിൽ R equal to R0 a raised to 1/3. അതിൽ R0യെ നമ്മൾ പറയുക ന്യൂക്ലിയർ യൂണിറ്റ് റേഡിയസ് എന്നാണ്. 1.1 into 10⁻⁻15 മീറ്റർ. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല.
ഇവിടെ നമുക്ക് എന്താ റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ റേസ് ടു 1/3 അത് അറിഞ്ഞാൽ മതി. അപ്പോൾ R1/R2 = A1/A2 ഹോൾ റേസ് ടു 1/3. തന്നിരിക്കുന്ന മാസ് നമ്പേഴ്സ് 125ഉം 64ഉം പെർഫെക്റ്റ് ക്യൂബ്സ് ആണ്. അപ്പോൾ 125/64 പറഞ്ഞാൽ 5³/4³ ഹോൾ റേസ് ടു 1/3 പറഞ്ഞാൽ 5/4 വരും. ഓക്കെ, അപ്പോൾ 5:4 പറയാം. നെക്സ്റ്റ് നമുക്ക് ഇഫ് ദ റേഡിയസ് ഓഫ് അലൂമിനിയം ന്യൂക്ലിയസ് ഈസ് ടേക്കൺ ടു ബി റേഡിയസ് RAL, then the radius of a tellurium 125 nucleus is nearly. അപ്പോൾ അതിൽ നമുക്ക് അഗെയിൻ സെയിം ഫോർമുല R പ്രപ്പോർഷണൽ ടു A raised to 1/3. അപ്പോൾ R2/R1 പറഞ്ഞാൽ A2/A1 ഹോൾ റേസ് ടു 1/3. ടെലൂറിയം 125, പിന്നെ എന്താ അലൂമിനിയം 27. അഗെയിൻ രണ്ടും പെർഫെക്റ്റ് ക്യൂബാണ്. 5³/3³, അപ്പോൾ 5/3 വരും. അപ്പോൾ റേഡിയസ് ഓഫ് ടെലൂറിയം പറഞ്ഞാൽ 5/3 ടൈംസ് ദ റേഡിയസ് ഓഫ് അലൂമിനിയം. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ ഇഫ് ദ ന്യൂക്ലിയർ റേഡിയസ് ഓഫ് അലൂമിനിയം 27 ഈസ് 3.6 ഫെർമി, ദ അപ്രോക്സിമേറ്റ് ന്യൂക്ലിയർ റേഡിയസ് ഓഫ് കോപ്പർ 64. ഓക്കെ, ഇൻ ഫെർമി ഈസ് സെയിം ഫോർമുല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ R2/R1 A2/A1 ഹോൾ റേസ് ടു 1/3. അപ്പോൾ 64/27 അഗെയിൻ രണ്ടും എന്താ പെർഫെക്റ്റ് ക്യൂബ്സ് ആണ്. അപ്പോൾ 4³/3³ ഹോൾ റേസ് ടു 1/3 എന്താ 4/3 വരും. അപ്പോൾ റേഡിയസ് ഓഫ് കോപ്പർ ന്യൂക്ലിയസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 ടൈംസ് ദ റേഡിയസ് ഓഫ് അലൂമിനിയം ന്യൂക്ലിയസ് ദാറ്റ് ഈസ് 3.6. അപ്പോൾ എത്ര വരും? 4.8 എന്ന് വരും. അതെ, 4.8 ഫെർമി. നെക്സ്റ്റ് ദ two nuclei have their mass numbers in the ratio 1:3. The ratio of their nuclear densities would be. അതിൽ ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ എന്നാ, അതായത് എല്ലാ ന്യൂക്ലിയസിനും ഒരേ ഡെൻസിറ്റി ആണ് എന്നർത്ഥം. മനസ്സിലായില്ല? അപ്പോൾ 1:1 ആണ് വരിക. റൈറ്റ്. നെക്സ്റ്റ് ഇഫ് ദ ന്യൂക്ലിയസ് ഓഫ് അലൂമിനിയം 27 ഹാസ് nuclear radius of about 3.6 femtometer, 10⁻15 meter, then tellurium 125 would have its radius approximately. അപ്പോൾ സെയിം ഫോർമുല നമ്മൾ യൂസ് ചെയ്യണം. R2/R1 = A2/A1 ഹോൾ റേസ് ടു 1/3. 125/27 ദാറ്റ് ഈസ് റേസ് ടു 1/3 പറഞ്ഞാൽ 5/3 വരും. 5/3 ടൈംസ് ദ റേഡിയസ് ഓഫ് അലൂമിനിയം ന്യൂക്ലിയസ്. സോ 5/3 ഇൻറ്റു 3.6 പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 6 femtometer പറയാം. ഓക്കെ, പിന്നെ the radius of germanium nuclide is measured to be twice the radius of beryllium. Okay, the number of nucleons in germanium are. അതിൽ ബെറീലിയത്തിലെ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അല്ലെങ്കിൽ മാസ് നമ്പർ തന്നിട്ടുണ്ട്. ജർമേനിയത്തിൻ്റെ മാസ് നമ്പർ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് പറയാം? മാസ് നമ്പർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി ന്യൂക്ലിയർ റേഡിയസ്. അപ്പോൾ നമുക്ക് A2/A1 പറഞ്ഞാൽ R2/R1 ഹോൾ റേസ് ടു 3 ആണ്. അതിൽ R2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ട്വൈസ് ദ റേഡിയസ് ഓഫ് ബെറീലിയം ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോൾ 2³ എന്ന് പറഞ്ഞാൽ 8 വരും. ഓക്കെ, അപ്പോൾ മാസ് നമ്പർ ഓഫ് ജർമേനിയം പറഞ്ഞാൽ 8 ടൈംസ് ദ മാസ് നമ്പർ ഓഫ് ബെറീലിയം. ഓക്കെ, ബെറീലിയത്തിൻ്റെ മാസ് നമ്പർ 9 ആണ്. 8 × 9 പറഞ്ഞാൽ 72 വരും. ഓക്കെ, ഇതാ. നെക്സ്റ്റ് ദ ന്യൂക്ലിയൈ ഓഫ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് ന്യൂക്ലിയൈ ആർ ഐസോട്ടോൺസ് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് പറഞ്ഞാൽ മാസ് നമ്പറിൻ്റെയും അറ്റമിക് നമ്പറിൻ്റെയും ഡിഫറൻസ് ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അത് സെയിം ആവണം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. 74 - 34 പറഞ്ഞാൽ 40 ന്യൂട്രോൺ. 71 - 31 പറഞ്ഞാൽ 40 ന്യൂട്രോൺ. അപ്പോൾ ഇത് രണ്ടും ഐസോട്ടോൺസ് ആണ്. ഓക്കെ, വേറെ ഒന്നിലും ആ ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്നില്ല. നെക്സ്റ്റ് എ ന്യൂക്ലിയസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പിൾ XZA ഹാസ് എന്താ? Z പ്രോട്ടോൺസ് ആൻഡ് A- Z ന്യൂട്രോൺസ് എന്നാണ്. ഓക്കെ, അതായത് ഇത് വരും. റൈറ്റ്. നെക്സ്റ്റ് ദ മാസ് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ് ഈസ്, മാസ് നമ്പർ പറഞ്ഞ അറ്റമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ മാസ് നമ്പർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദി അറ്റമിക് നമ്പർ, ഓൾവേസ് മോർ ദാൻ ഇറ്റ്സ് അറ്റമിക് നമ്പർ. ഓക്കെ, പിന്നെ the volume occupied by an atom is greater than the volume of the nucleus by a factor of about. Volume of atom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/3 pi r³ ആറ്റത്തിൻ്റെ റേഡിയസിൻ്റെ ക്യൂബ്. വോളിയം ഓഫ് ന്യൂക്ലിയസ് പറഞ്ഞാൽ 4/3 pi പിന്നെന്താ ന്യൂക്ലിയർ റേഡിയസ് ക്യൂബ്. അപ്പോൾ 4/3 pi കട്ടായി പോയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ R റേഡിയസ് ഓഫ് ആറ്റം, സ്മോൾ r റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് ഹോൾ ക്യൂബ് വരും. റേഡിയസ് ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ 10⁻10 മീറ്റർ. റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് പറഞ്ഞാൽ 10⁻15 മീറ്റർ.
ഓക്കെ, അപ്പോൾ ഇത് എത്ര വരും? ദിസ് ഈസ് ഈക്വൽ ടു 10 raised to minus 10 by 10 raised minus 15 പറഞ്ഞാൽ 10 raised to 5 വരും. ഹോൾ raised to 3 പറഞ്ഞാൽ 10 raised to 15 വരും. അതായത് ഇതാണ് ഓപ്ഷൻ വരിക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ക്യാപിറ്റൽ എം വിത്ത് സഫിക്സ് എൻ ആൻഡ് ക്യാപിറ്റൽ എം വിത്ത് സഫിക്സ് പി റെപ്രസെന്റ് മാസ് ഓഫ് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ. If an element having atomic mass capital M has n neutron and z proton, then the correct relation will be. അതിൽ mass of a nucleus will be slightly smaller than the total mass of its nucleons. Z protonsum n neutronsum ചേർന്നൊരു ന്യൂക്ലിയസ് ഉണ്ടായാൽ ആ ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ടോട്ടൽ മാസിനേക്കാൾ അല്പം കുറവായിരിക്കും ആ ന്യൂക്ലിയസിൻ്റെ മാസ്. മനസ്സിലായില്ലേ? അതിനെ നമ്മൾ പറയാം മാസ് ഡിഫക്റ്റ് എന്ന്. അപ്പോൾ this mass capital M mass of the nucleus will be slightly smaller than the total mass of the nucleons, right? Next, atomic weight of boron is 10.81 and it has two isotopes B boron 10 and boron 11. Then the ratio of boron 10 and boron 11 in nature would be. അതിൽ സപ്പോസ് നമ്മളൊരു ബോറോൺ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബോറോൺ 10 ഉള്ള ടെന്നിൻ്റെ ഫ്രാക്ഷൻ, ഇപ്പോൾ ബോറോൺ 10 നമുക്കിപ്പോൾ 2/3 ആണെന്ന് വിചാരിക്കുക. 2/3 ആണെങ്കിൽ അപ്പോൾ എന്താ പറയുക, ബോറോൺ 11 എന്ന് പറഞ്ഞാൽ 1/3 ആവും. ഓക്കെ, ഇനിയിപ്പോൾ ബോറോൺ 10 എന്ന് പറഞ്ഞാൽ 2/5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ബോറോൺ 11 എന്ന് പറഞ്ഞാൽ 3/5 ആവും. അതായത് ഒരെണ്ണത്തിൻ്റെ ഫ്രാക്ഷൻ എക്സ് ആണെങ്കിൽ മറ്റേതിൻ്റെ 1 - x ആവുന്ന ഈ ഫ്രാക്ഷനെ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സാമ്പിൾ ഓഫ് ബോറോൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബോറോൺ 10 ഉണ്ടാവും, ബോറോൺ 11 ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിക്കണേ. അപ്പോൾ ഈ ബോറോൺ 10ൻ്റെ ഫ്രാക്ഷൻ എക്സ് ആ വിചാരിച്ചു, അപ്പോൾ ബോറോൺ 11ൻ്റെ ഫ്രാക്ഷൻ 1 - x ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വെയ്റ്റഡ് ആവറേജ് ആണ് നമ്മൾ മാസ് നമ്പർ ആയിട്ട് എടുക്കുക. അതാണ് 10.81. അപ്പോൾ ഇവിടുന്ന് നിങ്ങളിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താ, എക്സ് ഈക്വൽ ടു 0.19 എന്ന് വരും. എക്സ് എന്താ 0.19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100 ചെയ്യുക. അതായത് ബോറോൺ 10 19% ആണ്, ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ബോറോൺ 10 19% ആണെങ്കിൽ ബോറോൺ 11 അപ്പോൾ 81%. അപ്പോൾ ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 19% ബോറോൺ 10ഉം 81% എന്താ ബോറോൺ 11ഉമാണ് ഉണ്ടാവുക. അപ്പോൾ ആ റേഷ്യോ എന്താ 19:81 എന്ന് പറയാം. ഓക്കെ, 19:81. നെക്സ്റ്റ്, ദ സ്റ്റേബിൾ ന്യൂക്ലിയസ് ദാറ്റ് ഹാസ് എ റേഡിയസ് ഹാഫ് ദാറ്റ് ഓഫ് എന്താ ഫെറസ് 56. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്താ ഈ മാസ് നമ്പർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പിന്നെ r⁻3. അപ്പോൾ അതിൽ A2/A1 പറഞ്ഞാൽ R2/R1 ഹോൾ റേസ് ടു 3 ആണ്. അതിൽ R1 പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റേബിൾ ന്യൂക്ലിയസ് ദാറ്റ് ഹാസ് എ റേഡിയസ് ഹാഫ് ദാറ്റ് ഓഫ് ഫെറസ് 56. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെ A2/A1 ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു R2/R1 പറഞ്ഞാൽ 1/2 ആണ്, റേസ് ടു 3 1/8. അപ്പോൾ A2 പറഞ്ഞാൽ A1/8, 56/8 പറഞ്ഞു കഴിഞ്ഞാൽ 7 വരും. അപ്പോൾ മാസ് നമ്പർ 7 ആയിട്ടുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അത് ലിഥിയമാണ്, റൈറ്റ്? Next, a nucleus ruptures into two nuclear parts which have their velocity ratio equal to 2:1. What will be the ratio of their nuclear size? അവിടെ നമുക്ക് A1V1 plus A2V2 എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് റെസ്റ്റിലാണ്, ടോട്ടൽ മൊമെൻറ്റം 0. ടോട്ടൽ ലീനിയർ മൊമെൻറ്റം എപ്പോഴും കൺസേർവ് ചെയ്യും. ആഫ്റ്റർ സ്പ്ലിറ്റിംഗ് നമുക്ക് എന്ത് പറയാം, ഈ 2 ഫ്രാഗ്മെൻറ്റിൻ്റെയും മൊമെൻറ്റം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. അപ്പോൾ M1V1 plus M2V2 ഈക്വൽ ടു 0. അതിൽ മാസിന് പകരം ഞാൻ മാസ് നമ്പർ എഴുതി A1V1 plus A2V2 ഈക്വൽ ടു 0. അപ്പോൾ A1V1 ഈക്വൽ ടു അതായത് മൊമെൻറ്റം ഓഫ് 1 ഫ്രാഗ്മെൻറ്റ് എന്താ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ മൊമെൻറ്റം ഓഫ് ദി അതർ ഫ്രാഗ്മെൻറ്റ്. നെഗറ്റീവ് സൈൻ എന്താ കാണിക്കുന്നത്, 2 ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുമെന്ന് മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, വേറെ അതിനകത്തൊന്നുമില്ല. അപ്പോൾ A1/A2 ഈക്വൽ ടു V2/V1 വരും, അതായത് 1/2 എന്ന് വരും. മനസ്സിലായില്ലേ? ഇനി ഈ ഫോർമുല R ഈക്വൽ ടു R0 ഇൻറ്റു A⁻1/3 റേഡിയസിൻ്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ R1/R2 പറഞ്ഞു കഴിഞ്ഞാൽ A1/A2 ഹോൾ റേസ് ടു 1/3. A1/A2 നമുക്ക് എന്താ കിട്ടിയ 1/2 വരും. 1/2 ഹോൾ റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ 1/2 റേസ് ടു 1/3. അപ്പോൾ 1:2 റേസ് ടു 1/3 പറയാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ the mass number of a nucleus is equal to the number of
nucleons it contains, right? Next, the mass number of helium is 4 and that for sulfur is 32. The radius of sulfur nuclei is larger than that of helium by R2 by R1 equal to A2 by A1 whole raised to 1 by 3. അതിൽ A2 പറഞ്ഞു കഴിഞ്ഞാൽ 32 ആണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താ? സൾഫറിൻ്റെ. ഒന്നാമത്തെ ഹീലിയം 4 ആണ്. ഇത് 32/4 പറഞ്ഞാൽ 8 വരും. 8 പറഞ്ഞാൽ 2 ക്യൂബ് ഹോൾ റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ 2 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ, റൈറ്റ്? നെക്സ്റ്റ്, ദ ന്യൂക്ലിയസ് വിച്ച് ഹാസ് റേഡിയസ് 1/3 ഓഫ് ദ റേഡിയസ് ഓഫ് സീഷ്യം 189. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് A2 by A1 ഈക്വൽ ടു R2 by R1. R2 by R1 1/3 ഹോൾ റേസ് ടു 1/3. അപ്പോൾ 1/27 വരും. അപ്പോൾ A2 പറഞ്ഞാൽ A1 by 27, 189 by 27 പറഞ്ഞു കഴിഞ്ഞാൽ 7 വരും. അപ്പോൾ മാസ് നമ്പർ 7 ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മാസ് നമ്പർ 7 ആയിട്ട് ഇത് മാത്രമേ ഇവിടെയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, എ മാസ് ഡെൻസിറ്റി ഓഫ് എ ന്യൂക്ലിയസ് വേരീസ് വിത്ത് മാസ് നമ്പർ എ. ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ എന്ന എല്ലാ ന്യൂക്ലിയസിനും ഒരേ ഡെൻസിറ്റിയാണ്. അതായത് എയെ ഡിപ്പെൻഡ് ചെയ്യില്ല, കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. Next, constituents of atomic nuclei are believed to be neutrons and protons. Neutrons and protons. Next, in the nucleus of sodium 23, the number of protons അത് 11 ആണ്. പിന്നെന്താ? ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ന്യൂക്ലിയസിനകത്തെ കാര്യം ചോദിക്കണേ. ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ ഇല്ല, ന്യൂട്രോണും പ്രോട്ടോണും മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രോട്ടോൺസ് എന്താ? പ്രോട്ടോൺസ് 11 ആണ്, ന്യൂട്രോൺസ് 12 ആണ് കേട്ടോ. നെക്സ്റ്റ്, ദ ന്യൂക്ലിയൈ കാർബൺ 13, പിന്നെന്താ നൈട്രജൻ 14 ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ്. അതിനകത്ത് നോക്കൂ, ഇവിടെ പ്രോട്ടോൺസ് എന്താ പറയുക, ഇവിടെ 6, ഇവിടെ 7. ന്യൂട്രോൺസ് ഇവിടെ എന്താണെന്നറിയോ? മാസ് നമ്പർ സെയിം അല്ല, പിന്നെന്താ അറ്റമിക് നമ്പറും സെയിം അല്ല. ഓക്കെ, ഇനി നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് നോക്കാം. ഇവിടെ 7 ആണ്, ഇവിടെ 7. നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആണെങ്കിൽ ഐസോട്ടോൺസ് എന്നാ പറയുക. അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യം, ഐസോട്ടോൺസ്. നെക്സ്റ്റ്, ദ റേഷ്യോ ഓഫ് ദ റേഡിയൈ ഓഫ് ദ ന്യൂക്ലിയൈ ഓഫ് അലൂമിനിയം 27 ആൻഡ് ടെല്ലൂറിയം 125 ഈസ് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, അപ്പോൾ എന്താ? 27/125 ഹോൾ റേസ് ടു 1/3 പറഞ്ഞാൽ 3/5, അതായത് 3:5. അവർ പക്ഷേ തന്നിരിക്കുന്നത് 6:10 ആണ്. 6:10 ആണെങ്കിലും 3:5 ആണെങ്കിലും സെയിം ആണല്ലോ. നെക്സ്റ്റ്, ഇൻ ദ ഗിവൺ ന്യൂക്ലിയർ റിയാക്ഷൻ ദി എലിമെന്റ് എക്സ് ഈസ്. അതിൽ നമുക്ക് എന്താ ഇവിടെ ഇ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് ഇലക്ട്രോൺ ആണ്. പോസിറ്റീവ് ഇലക്ട്രോൺ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ? പ്രോട്ടോണിൻ്റെ എണ്ണം ഒരെണ്ണം കുറയും, ന്യൂട്രോണിൻ്റെ എണ്ണം ഒരെണ്ണം കൂടും. അതായത് മാസ് നമ്പർ മാറില്ല, പക്ഷേ അറ്റമിക് നമ്പർ ഒരെണ്ണം കുറയും. അതായത് എന്താ 22 and 10 വരും, റൈറ്റ്? 22 and 10. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എ ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ 240 ബ്രേക്സ് ഇൻ ടു 2 fragments each of mass number 120. The binding energy per nucleon of the unfragmented nuclei is 7.6 mega electron volt, while that of the fragments 8.5 mega electron volt. The total gain in the binding energy in the process is. അതിൽ 240 into 7.6 minus 240 into 8.5. ഓക്കെ, അത് എത്രയാ? 240 into 0.9 വരും. അതായത് 216 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് വരിക. 216 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, റൈറ്റ്? നെക്സ്റ്റ്, വെൻ യുറേനിയം ഐസോടോപ്പ് uranium 92-235 is bombarded with a neutron, okay, it generates the krypton 36 and 3 neutrons. ഓക്കെ, പിന്നെ വരുന്ന എന്താ കൂടെ വരുന്നത്? ഇവിടെ നോക്കൂ, ഇവിടെ മാസ് നമ്പർ 89 ഉണ്ട്, പിന്നെ 3 ന്യൂട്രോണിൻ്റെ 3 കൂടെ കൂട്ടുമ്പോഴെന്താവും? 92 ആയി. അപ്പോൾ 235ഉം 1ഉം 236 നിന്ന് 92 പോയി കഴിഞ്ഞാൽ ബാക്കി 144 വരണം. ഓക്കെ, അതേപോലെ ഇവിടെ 92 ആണ്, അപ്പോൾ അറ്റമിക് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 92 വരണം. ഓക്കെ, അപ്പോൾ ബേരിയം 144 ആണ് ഇത്, റൈറ്റ്? Next, the energy equivalent of 0.5 gram of a substance is E equal to mc square ആണ്. അപ്പോൾ അതിൽ E equal to 0.5 into 10⁻³ എന്താ ഗ്രാമിനെ കിലോഗ്രാം ആക്കാണ്. പിന്നെ 3 into 10⁸ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അത് ചെയ്ത് കഴിഞ്ഞാൽ 4.5 into 10⁻13 എന്ന് വരും. ഓക്കെ, 4.5 into 10⁻13 ജൂൾസ്.
Next, a nucleus of uranium decays at rest into nuclei of thorium and helium. Then അതിൽ എന്താ ഈ തോറിയവും ഹീലിയവും രണ്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്യും വിത്ത് ഈക്വൽ ലീനിയർ മൊമെൻറ്റം. രണ്ടിനും മൊമെൻറ്റം സെയിം ആവും. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ p²/2m. തോറിയം ഉണ്ട്, ഹീലിയം ഉണ്ട്, രണ്ടിൻ്റെയും ഈ ലീനിയർ മൊമെൻറ്റം സെയിം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അറിയോ? അതെ, തോറിയത്തിൽ നിന്ന് ഹീലിയത്തിലോട്ട് വരുമ്പോൾ p²/2 മാറില്ല. അപ്പോൾ കൈനറ്റിക് എനർജി മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. മാസ് കുറവ് അവിടെ ഹീലിയത്തിനാണ്, അപ്പോൾ അതിന് കൈനറ്റിക് എനർജി കൂടും. ആ ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. അതിൽ ദ ഹീലിയം ന്യൂക്ലിയസ് ഹാസ് മോർ കൈനറ്റിക് എനർജി. ദ ഹീലിയം ന്യൂക്ലിയസ് ഹാസ് മോർ കൈനറ്റിക് എനർജി ദാൻ തോറിയം ന്യൂക്ലിയസ്. മൊമെൻറ്റം രണ്ടിനും സെയിം ആവും. ഓക്കെ. Next, the binding energy per nucleon of lithium-7 and helium-4 nuclei are 5.60 mega electron volt and 7.06 mega electron volt respectively. In the nuclear reaction, lithium-7 ഉണ്ട്, പിന്നെ ഒരു എന്താ ഹൈഡ്രജൻ ന്യൂക്ലിയസ് അല്ലെങ്കിൽ പ്രോട്ടോൺ ഉണ്ട്, പിന്നെ എന്താ നമുക്ക് അത് രണ്ട് ഹീലിയം ന്യൂക്ലിയൈ ആയിട്ട് എന്താ മാറുന്നു വിത്ത് സം എനർജി. ഓക്കെ, Q. ആ എനർജിയാണ്, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ബൈൻഡിങ് എനർജിയാണ്. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഹീലിയമാണ്. ഒരു ഹീലിയത്തിൽ 4 ന്യൂക്ലിയോണാണ്. ഒരു ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 7.06. അങ്ങനെ 4 ന്യൂക്ലിയോണിൽ × 4, അങ്ങനത്തെ 2 ന്യൂക്ലിയൈ, അപ്പോൾ × 2. ഇതാണ് പ്രോഡക്റ്റിൻ്റെ ബൈൻഡിങ് എനർജി. ഓക്കെ. പിന്നെ ഇനീഷ്യൽ ബൈൻഡിങ് എനർജി എത്രയാ? 7 ന്യൂക്ലിയോൺസ് ആണ്. ഓക്കെ. പിന്നെന്താ 5.6. പിന്നെ ഇതെന്താണെന്നറിയോ? ഇത് ഒരു എന്താ പ്രോട്ടോൺ മാത്രമാണ്, അപ്പോൾ അവിടെ ബൈൻഡ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ ഇതിന് മാത്രമേ ബൈൻഡിങ് എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ 7 × 5.6, അപ്പോൾ ആ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ 17.3 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരും. ഓക്കെ. അപ്പോൾ ഇതാണ് ആൻസർ. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെറ്റൈൻ mass of hydrogen is changed to helium by the process of fusion. The mass defect in fusion reaction is 0.02866 AMU. അതിൽ 1 AMU പറഞ്ഞാൽ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അതിവിടെ തന്നിട്ടുണ്ട്, മനസ്സിലായില്ല? അപ്പോൾ ആ മാസ് ഡിഫക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എത്രയാണെന്നുള്ള ചോദ്യം മനസ്സിലാവുന്നില്ല. വെറുതെ അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ 26.7. ഇതെന്താണെന്നറിയോ? ഇതിപ്പോൾ 1000 ആണെങ്കിൽ നോക്കൂ, ഇത് എത്ര വരികയെന്നറിയോ? ഇത് 28 വരും. 1000 ഇല്ലല്ലോ, 931 ഉള്ളൂ. അപ്പോൾ 28നേക്കാൾ അല്പം കുറവുള്ള ആൻസർ നിങ്ങൾ എടുത്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 28നേക്കാൾ അല്പം കുറവെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ, വേറില്ല. അപ്പോൾ അതിനകത്ത് ഹൗ ഡസ് ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വേരി വിത്ത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. അതിൽ നമുക്ക് ഇൻക്രീസ് കണ്ടിന്യൂസ്ലി വിത്ത് മാസ് നമ്പർ, ഡിക്രീസ് കണ്ടിന്യൂസ്ലി വിത്ത് മാസ് നമ്പർ, ഫസ്റ്റ് ഡിക്രീസസ് ദെൻ ഇൻക്രീസസ്, ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ് വിത്ത് മാസ് നമ്പർ. ഇതാണ് കേട്ടോ, ദെൻ ഡിക്രീസസ് വിത്ത് മാസ് നമ്പർ. ഓക്കെ. നെക്സ്റ്റ്, ദ പവർ ഒബ്റ്റെയിൻഡ് ഇൻ എ റിയാക്ടർ യൂസിങ് യുറേനിയം 235 ഡിസിൻറ്റഗ്രേഷൻ ഈസ് 1000 kilowatts. ദ മാസ് ഡിക്കേ ഓഫ് 235 per hour. അതിൽ ഒരു ഫിഷൻ നടന്ന 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി റിലീസ് ചെയ്യും. അപ്പോൾ സപ്പോസ് n ഫിഷൻസ് ആണ് നടക്കുന്നതെന്ന് വിചാരിക്കുക ഒരു അവറിൽ. ഓക്കെ. n ഫിഷൻ നടക്കുകയാണെങ്കിൽ n × 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അതിൽ മെഗാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁶. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളാക്കാൻ 1.6 × 10⁻⁹. അപ്പോൾ ഒരു ഫിഷനിൽ നിന്ന് നമുക്കിത് ഇത്രയും ജൂള് കിട്ടും ഒരു ഫിഷനിൽ നിന്ന്. അങ്ങനെ ഒരു മണിക്കൂറിൽ n ഫിഷൻ നടക്കുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ ഒരു മണിക്കൂറിൽ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്നതാണ്, ഒരു മണിക്കൂറിൽ കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ 60 × 60, അപ്പോൾ ഒരു സെക്കൻഡിൽ കിട്ടും. ഒരു സെക്കൻഡിൽ ജനറേറ്റ് ചെയ്യുന്ന എനർജി പറഞ്ഞാൽ അതാണ് പവർ. അത് എത്രയാ? 10⁻3, അതായത് 1000 kilowatts പറഞ്ഞാൽ 10⁻6 watts. അപ്പോൾ നമ്പർ ഓഫ് ഫിഷൻ പെർ അവർ, അതാണ് ഈ n. അത് നമുക്ക് കിട്ടും. അത് കിട്ടുന്നത് എത്രയാണെന്നറിയോ? പിന്നെ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ നോക്കൂ, 200-ലെ 2 zeros-ഉം 60-ലെ 2 zeros-ഉം കളയാം. ഓക്കെ. പിന്നെ നമുക്ക് 10⁻6 ഉണ്ട്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 10⁻6, അതും കളയാം. 10⁻⁻90 ഞാൻ അതേപോലെ ഇപ്പോൾ 2 × 1. നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താ അറിയോ? n = 6 × 6 ഉണ്ട്, പിന്നെന്താ 2 × 1.6 × 10⁻⁻90 അടിയിൽ വരും. ഓക്കെ. അതിൽ ഈ 1.6നെ 16 എഴുതുമ്പോൾ 10⁻⁻90 എന്നുള്ളത് 10⁻20 വരും.
അതായത് 1.6 ഇൻറ്റു 10⁻90 -90 എന്നുള്ളത് 16 ഇൻറ്റു 10⁻−20 എന്ന് എഴുതാം. ആ 10⁻−20 മേലെ പോകുമ്പോൾ 10⁻+20. പിന്നെ 2 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32. 6 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 36. 36/32 പറഞ്ഞാൽ 9/8 ആണ്. ഓക്കെ, ദിസ് ഈസ് ദ നമ്പർ ഓഫ് ഫിഷൻ നമുക്ക് എന്താ പറയുക പെർ അവർ. മനസ്സിലായില്ലേ? അതിൽ ഇനിയിപ്പോൾ എന്താണെന്നറിയോ, പിന്നെ എന്താ 9/8 ഇൻറ്റു 10⁻20 ഫിഷനാണ് പെർ അവർ. അതിൽ ഓരോ ഫിഷനും വേണ്ട എത്രയാ? ഒരു യുറേനിയം ന്യൂക്ലിയസാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതിനകത്ത് ഇത്രയും ഫിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇത്രയും ന്യൂക്ലിയസ് വേണം. ഓക്കെ, ഇത്രയും ന്യൂക്ലിയസ്. ആ ദിസ് ഈസ് ദി നമ്പർ ഓഫ് ന്യൂക്ലിയൈ റിക്വയർഡ്, യുറേനിയം ന്യൂക്ലിയൈ റിക്വയർഡ് പെർ അവർ. അതിന് നമ്മൾ അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഒരു മോളിൻ്റെ മാസ് 235 ഗ്രാമാണ്. അപ്പോൾ ഇത്രയും മോൾസിന് എന്താ ഇൻറ്റു 235 വരും. മനസ്സിലായി? അത്രയും ഗ്രാമാണ് നമുക്ക് ഒരു മണിക്കൂറിൽ വേണ്ടി വരിക. അത് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താ? 1.6 ഗ്രാം എന്നാണ് വരിക. ഓക്കെ, 1.6 ഗ്രാം ദിസ് വൺ. റൈറ്റ്, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അതിൽ എ ന്യൂക്ലിയസ് ഓഫ് മാസ് ക്യാപിറ്റൽ M എമിറ്റ്സ് എ ഫോട്ടോൺ ഓഫ് ഫ്രീക്വൻസി ന്യൂ ആൻഡ് ദ ന്യൂക്ലിയസ് റീകോയിൽസ്. അപ്പോൾ ഈ ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h/c ആണ് മൊമെൻറ്റം. ആ മൊമെൻറ്റം തന്നെയാണ് ഈ റെസിജ്വൽ ന്യൂക്ലിയസിന് ഉണ്ടാവുക. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഫോട്ടോണിൻ്റെ മൊമെൻറ്റം തന്നെയാണ്. അതെത്രയാണ്? hν/c. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ എനർജിയോ മൊമെൻറ്റം സ്ക്വയർ/2m. മൊമെൻറ്റം എന്താ? hν/c സ്ക്വയർ ഡിവൈഡ് ബൈ 2m. അപ്പോൾ എന്താ? h²ν²/2mc². h²ν²/2mc² ഇത് വരും. ഓക്കെ, ഈ ഫോട്ടോൺ അങ്ങോട്ട് പോകുമ്പോൾ അതേ മൊമെൻറ്റത്തിൽ ന്യൂക്ലിയസ് പുറകോട്ട് പോകും. റൈറ്റ്, ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്യൂഷൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ബിക്കോസ് ഇവിടെ ന്യൂക്ലിയൈ ബ്രേക്കപ്പ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, ആറ്റംസ് ഗെറ്റ് അയോണൈസ്ഡ്, kinetic energy is high enough to overcome. അതാണ് കേട്ടോ, the Coulomb repulsion between the nuclei. Okay, next the mass of lithium 7 nucleus is 0.042 AMU atomic mass unit, less than the sum of the masses of all its nucleons. The binding energy per nucleon of lithium 7 nucleus is nearly. അപ്പോൾ ബൈൻഡിങ് എനർജി 0.042 AMU ആണ്. ഒരു AMU പറഞ്ഞാൽ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ടിന് ഇക്വലൻ്റാണ്. അപ്പോൾ 0.042 AMU പറഞ്ഞാൽ ഇൻറ്റു 931. ഓക്കെ, ഇത് 7 ന്യൂക്ലിയോൺസിനുള്ളതാണ്. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ പറഞ്ഞാൽ അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 0.042 ഡിവൈഡ് ബൈ 7 പറഞ്ഞാൽ 0.006 ഇൻറ്റു 931 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ എന്താണെന്നറിയോ, ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് 931 പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1000 വിചാരിച്ചോ. 1000 ഇൻറ്റു 0.06 എന്ന് പറഞ്ഞാൽ 6 ഇത് 1000 അല്ല, 1000-നേക്കാൾ അല്പം കുറവാണ്. അപ്പോൾ ആൻസർ 6-നേക്കാൾ അല്പം കുറവാകും. ഓക്കെ, 6-നേക്കാൾ അല്പം കുറവായിട്ടുള്ള വാല്യൂ ആണ് ഈ കിടക്കുന്നത്, 5.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻ ഡ്യൂട്ടീരിയം ആൻഡ് ഹീലിയം ന്യൂക്ലിയൈ ആർ 1.1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് 7 മെഗാ ഇലക്ട്രോൺ വോൾട്ട് റെസ്പെക്റ്റീവ്ലി വെൻ 2 ഡ്യൂട്ടീരിയം ന്യൂക്ലിയൈ ഫ്യൂസ് ടു ഫോം എ ഹീലിയം ന്യൂക്ലിയസ്, ദ എനർജി റിലീസ്ഡ്. ഓക്കെ, ഇത് നമുക്ക് എന്താ 4 ഇൻറ്റു 7. ഓക്കെ, മൈനസ് നമുക്ക് എന്താ പറയാം 4 ഇൻറ്റു 1.1. അപ്പോൾ ഇത് എത്രയാണ്? 28 മൈനസ് 4.4 പറഞ്ഞാൽ 23.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരും. റൈറ്റ്, ഓക്കെ, ഇവിടെ മാസ് ഇഫ് ക്യാപിറ്റൽ M, A, Z, MP, MN ഡിനോട്ട് ദ മാസസ് ഓഫ് ദ ന്യൂക്ലിയസ്, പിന്നെ X, Z, A പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ റെസ്പെക്റ്റീവ്ലി ഇൻ യൂണിറ്റ്സ് ഓഫ് AMU. Okay, then the binding energy BE represents binding energy in mega electron volt. Then അപ്പോൾ നമുക്ക് ഇവിടെ എന്താ മാസ് ഓഫ് ദിസ് ന്യൂക്ലിയസ് വിൽ ബി മാസ് ഓഫ് പ്രോട്ടോൺസ് പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺസ് മൈനസ് എന്താവും മാസ് ഡിഫക്റ്റ് ആവും. അപ്പോൾ എന്താ Z നമ്പർ ഓഫ് പ്രോട്ടോൺസ് A മൈനസ് Z ന്യൂട്രോൺസ് മൈനസ് ബൈൻഡിങ് എനർജി പെർ ബൈൻഡിങ് എനർജി ബൈ C², അതാണ് മാസ് ഡിഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ് കേട്ടോ, മാസ് ഡിഫക്റ്റ്. റൈറ്റ്, നെക്സ്റ്റ് ഹാസ് മാസ് റെപ്രസെൻറ്റഡ് ബൈ MP, MN ഡിനോട്ട് ദ മാസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഇവിടെ ബൈൻഡിങ് എനർജി പറഞ്ഞു കഴിഞ്ഞാൽ Z ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ A മൈനസ് Z ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് ദി ടോട്ടൽ ന്യൂക്ലിയോൺസ്
മൈനസ് മാസ് ഓഫ് ദ ന്യൂക്ലിയസ്, മാസ് ഡിഫക്റ്റ് ആയി, ഇൻറ്റു സി സ്ക്വയർ. അതാണ് ബൈൻഡിങ് എനർജി. അപ്പോൾ ഇത് കറക്റ്റാ. ഓക്കെ, നെക്സ്റ്റ് see the binding energy of a deuteron is 2.2 mega electron volt and that of helium is 28 mega electron volt. Okay, if two deuterons are fused to form helium, then the energy released, okay, അവിടെ നമുക്ക് എന്ത് പറയാം, see 28 minus 2 into 2.2, that is 23.6 വരും. ഓക്കെ, 23.6. ഇത് ഹീലിയത്തിൻ്റെയാണ്. ഡ്യൂട്രോൺസ് രണ്ടെണ്ണം ഉണ്ടല്ലോ, അതിൽ ഓരോന്നിനും 2.2, അങ്ങനെ രണ്ടെണ്ണത്തിന് 4.4, റൈറ്റ്. നെക്സ്റ്റ് ഇൻ ദ റിയാക്ഷൻ, ഓക്കെ, അതിൽ എന്താ നമുക്ക് H12 and H13 fuse together to get helium and a neutron. If the binding energies of H12, H13 and He24 respectively are A, B and C, then the energy in mega electron volt released will be, അതിൽ നമുക്ക് എന്താ C minus A minus B, A minus B. ഓക്കെ, അതായത് ഈ നമ്മളുടെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ അതിൻ്റെതാണ് C. അതിൽ നിന്ന് നമ്മളുടെ ഈ ഇനീഷ്യലി ഉള്ളത് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താ, C minus A minus B വരും. ദാറ്റ് ഈസ് ദ energy released in the process. Next, in any fission process, the ratio of mass of fission products, mass of parent nucleus, അതിൽ mass of fission products will be slightly smaller, okay, slightly less than the mass of the parent nucleus, right. Next, fission of nuclei is possible because the binding energy per nucleon in them, see, increases, binding energy per nucleon in them increases, okay, decreases with the mass number at high mass numbers. Okay, high mass numbers mass number കൂടുമ്പോൾ binding energy per nucleon കുറയും. അപ്പോൾ mass number കുറയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ binding energy per nucleon കൂടും, സ്റ്റേബിൾ ആവും. ഓക്കെ, next, see, in nuclear fusion process the mass of the fusing nuclei be M1 and M2 and the mass of the resultant nuclei M3. Okay, so M3 will be slightly smaller than M1 plus M2, right, this one. Okay, next, solar energy is mainly caused due to fusion of protons during synthesis of heavier elements. Next, the mass of proton is 1.0073 AMU and that of neutron is 1.0087 AMU. Okay, the binding energy of helium is, അതിൽ നമുക്ക് എന്താ മാസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് മാസ് ഓഫ് ന്യൂട്രോൺ അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും കൂടെ കമ്പൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു പിന്നെ പ്രോട്ടോണിൻ്റെ മാസ് ന്യൂട്രോണിൻ്റെ മാസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ന്യൂക്ലിയോൺസിൻ്റെ ടോട്ടൽ മാസ് മൈനസ് ഹീലിയം ന്യൂക്ലിയസിൻ്റെ 4 AMU. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.0320, അത്രയും AMU ആണ് മാസ് ഡിഫക്റ്റ്. ഒരു AMU പറഞ്ഞാൽ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് ഒരു AMUവിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജി. അപ്പോൾ 0.032 പറഞ്ഞാൽ നമുക്ക് അതിന് ഇക്വലൻ്റ് എനർജി കാണാൻ ഇൻറ്റു 931. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് 1000 ആണെങ്കിൽ എന്താ വരിക, 32 എന്നാണ് വരിക. 1000-നേക്കാൾ അല്പം കുറവാണ്, അപ്പോൾ 32-നേക്കാൾ അല്പം കുറവാകും. ഓക്കെ, അപ്പോൾ ദാ 28.4 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരും. നെക്സ്റ്റ്, ഫോർ എ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ് ദ സ്യൂട്ടബിൾ ന്യൂക്ലിയൈ ആർ, ഫോർ ഫ്യൂഷന് എന്താ ലൈറ്റ് ന്യൂക്ലിയൈ ആർ സ്യൂട്ടബിൾ, റൈറ്റ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് പോസിബിൾ ടു അണ്ടർസ്റ്റാൻഡ് ന്യൂക്ലിയർ ഫിഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഓഫ് ദ ന്യൂക്ലിയസ്. Liquid drop model of the nucleus. Next, in nuclear reactions we have the conservation of mass, energy and momentum, right. Next, the explosion of atomic bomb takes place due to nuclear fission, right, nuclear fission. Next, complete the equation for the following fission process. അപ്പോൾ അതിൽ നോക്കൂ, 235 + 1 പറഞ്ഞാൽ 236. അപ്പോൾ പ്രോഡക്ട്സിൻ്റെയും മാസ് നമ്പർ ആഡ് ചെയ്താൽ 236 കിട്ടണം. പിന്നെ അറ്റമിക് നമ്പർ 92 ആണ്. അപ്പോൾ ഇവിടെ 38 ആണ്. അപ്പോൾ അറ്റമിക് നമ്പർ എന്താവണം, 54 ആവണം. ഓക്കെ, 54.
അറ്റമിക് നമ്പർ 54 ആവണം. പിന്നെ 236 കഴിഞ്ഞാൽ 146 വരണം ബാക്കി. ഓക്കെ, അപ്പോൾ മാസ് നമ്പർ 146 വരണം, അറ്റമിക് നമ്പർ 54 വരണം. അതിലിവിടെ നോക്കൂ, അറ്റമിക് നമ്പർ 54 ഉണ്ട്, മാസ് നമ്പർ ഇവിടെ 143 ഉണ്ട്, പിന്നെ 3 ന്യൂട്രോണും കൂടെ ആയ 146 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പറ്റും, അത് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ 57 ആണ്, ഇവിടെ 54 ഉണ്ട്, പക്ഷേ ഇവിടെ 145 + 3 എന്ന് പറഞ്ഞാൽ 148 ആയി, പറ്റൂല. ഇവിടെ 54 റെഡി, ഇവിടെ 142 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 143 ഉള്ളൂ, 146 വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ അവിടെ. നെക്സ്റ്റ്, ഇൻ എ ഫിഷൻ റിയാക്ഷൻ യുറേനിയം 23692 X117 Y117 പിന്നെന്താ N+N ന്യൂട്രോൺ ഉണ്ട്. The binding energy per nucleon of X and Y 8.5 mega electron volt, whereas uranium 236 is 7.6 mega electron volt. Total energy liberated. അപ്പോൾ ആ പ്രോഡക്ട്സിൻ്റെ എനർജി കാണുക, അതുപോലെ തന്നെ ആ റിയാക്ടൻസിൻ്റെ എനർജിയും കാണുക. യുറേനിയം 236 ആണ് ഉള്ളത്, അതിൻ്റെ എനർജി കണ്ടിട്ട് ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ 117 + 117 പറഞ്ഞാൽ 234, അതിൻ്റെ എത്രയാ, അതിൻ്റെത് 8.5 X and Y 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടാ, യുറേനിയത്തിൻ്റെ 7.6 ആ. അപ്പോൾ 234 × 8.5 - 236 × 7.6. ഞാനൊരു ഐഡിയ പറയാം, അതായത് നിങ്ങൾ ഈ വലിയ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട, മനസ്സിലായില്ല. ആ 234 × 8.5 നിങ്ങൾ 7.6 + 0.9 എന്ന് എഴുതുക. അതുപോലെ 236 234 × 0.2 234 + 2 × 7.6. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 234 × 7.6 വരും, ഇവിടെ ഒരു 234 × 7.6 വരും, അത് കട്ടായി പോകും, മനസ്സിലായില്ലേ. പിന്നെ 234 × 0.9, പിന്നെന്താ 7.6 × 2, മനസ്സിലായില്ലേ. അപ്പോൾ വലിയ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണ്ട. ഓക്കെ, അത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താ, അപ്രോക്സിമേറ്റ്ലി 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ മോഡറേറ്റർ? മോഡറേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഹെവി വാട്ടർ ആണ്, റൈറ്റ്. നെക്സ്റ്റ്, ഇവിടെ if the binding energy per nucleon of lithium 7 and helium 4 nuclei are respectively 5.6 mega electron volt and 7.06 mega electron volt, then the energy of the proton in the reaction, lithium പിന്നെ ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയസ് കൂടെ ചേർന്നിട്ട് 2 ഹീലിയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു ഹീലിയത്തിൽ എത്രയാ, 4 ന്യൂക്ലിയോൺസ്, അങ്ങനെ 2 ഹീലിയം എന്ന് പറഞ്ഞാൽ മൊത്തം 8 ന്യൂക്ലിയോൺസ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 7.06. പിന്നെ ലിത്തിയത്തിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 5.6, അങ്ങനെ 7 ന്യൂക്ലിയോൺ. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.4 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഇത് വരും, റൈറ്റ്. നെക്സ്റ്റ്, ഹെവി വാട്ടർ ഈസ് യൂസ്ഡ് ആസ് എ മോഡറേറ്റർ ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ. ദ ഫങ്ഷൻ ഓഫ് ദി മോഡറേറ്റർ ഈസ് ടു സ്ലോ ഡൗൺ ന്യൂട്രോൺസ് ടു തെർമൽ എനർജീസ്, അതാണ് മോഡറേറ്റർ. ഓക്കെ, next, the energy released in the fission of a single uranium 235 nucleus is 200 mega electron volt. The fission rate of uranium 235 filled reactor operating at a power level of 5 watts. അതിൽ n എന്താ യുറേനിയം 235 per second എന്ന് വിചാരിച്ചോ, അതാ മനസ്സിലായില്ലേ. അതിൽ ഒരു ഫിഷനിൽ നിന്ന് ഉണ്ടാവുന്ന 200 മെഗായെ ഇലക്ട്രോൺ വോൾട്ടിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ × 10⁶, അതിനെ ജൂൾ ആക്കാൻ 1.6 × 10⁻⁹. അപ്പോൾ n ഫിഷൻ പെർ സെക്കൻഡ്. അപ്പോൾ ഇത്രയും ജൂൾ പെർ സെക്കൻഡ് പറഞ്ഞാൽ അതാണ് 5 വാട്ട്സ്. അപ്പോൾ അവിടുന്ന് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 10⁻11. അത് നമുക്ക് എങ്ങനെ കിട്ടി? ഇവിടെ നിങ്ങൾ നോക്കൂ, നമുക്ക് എന്ത് പറയാമെന്നറിയോ, ഈ 200-ലെ 100ഉം 10⁻6ഉം 10⁸ 10⁻⁻19ഉം 10⁻11, അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 10⁻+11, അതാണ് 5 × 10⁻11. പിന്നെ 2 × 1.6 അടിയിൽ കിടക്കും. ഓക്കെ, 5/3.2 പറഞ്ഞാൽ 1.56 × 10⁻11 per second. അത്രയും എന്താ ഫിഷൻ പെർ സെക്കൻഡാ, 1.56 × 10⁻11 per second. ഓക്കെ, നെക്സ്റ്റ്, സോളാർ എനർജി ഈസ് ഡ്യൂ ടു ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. സോളാർ എനർജി ഈസ് ഡ്യൂ ടു ഫ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, next, the energy equivalent of 1 atomic mass unit is 931 mega electron volt. Okay,
An electron with rest mass m0 moves with a speed of 0.8 c. C പറഞ്ഞു കഴിഞ്ഞാൽ speed of light in vacuum. Its mass when it moves with this speed. അപ്പോൾ ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി വെച്ച് മാസ് ഓഫ് ദി പാർട്ടിക്കിൾ m ഈക്വൽ ടു m0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അതിൽ m0 പറഞ്ഞാൽ റെസ്റ്റ് മാസ്, v പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ, ആൻഡ് c ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അതിൽ v തന്നിട്ടുണ്ട് 0.8 c എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര വരും? 0.8 സ്ക്വയർ പറഞ്ഞാൽ 0.64, 1 മൈനസ് 0.64 പറഞ്ഞാൽ 0.36, അതിൻ്റെ റൂട്ട് 0.6. അതിന് നമുക്ക് 3/5 എന്ന് എഴുതാം. അതായത് m0/3/5, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക 5m0/3. ഓക്കെ, അതായത് ഇത് വരും 5m0/3. ഓക്കെ. If the nuclear force between two protons, two neutrons and between proton and neutron is denoted by FPP, FNN, FPN respectively, then അത് മൂന്നും എന്താ സെയിം ആണ്, ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഫോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ ഫോർ ന്യൂക്ലിയർ ഫോഴ്സസ്. അതിൽ ദേ ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ പറയാൻ പാടില്ല, അങ്ങനെ ദേ ഒബേ ഇൻവേഴ്സ് തേർഡ് പവർ ലോ ശരിയല്ല, ദേ ആർ ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്, റൈറ്റ്. നെക്സ്റ്റ്, ദി ആവറേജ് ബൈൻഡിങ് എനർജി ഓഫ് എ ന്യൂക്ലിയോൺ ഇൻസൈഡ് ആൻ അറ്റോമിക് ന്യൂക്ലിയസ് ഈസ് അബൌട്ട് 8 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമ്മൾ സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദി അപ്ഡേറ്റഡ് സിലബസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ, അത് മാത്രമേ നിങ്ങളുടെ സിലബസിലുള്ളൂ. ഓക്കെ, താങ്ക് യു.